വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ ഉള്ള വാക്യമാണ് നമ്മൾ ഏവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. അവൻ പിന്നെയും കടൽക്കരയിൽ ചെന്നു. പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. അവനെ അനുഗമിച്ച് വന്നവർ അനേകരായിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചതായിട്ടുള്ള വേദഭാഗം. പ്രത്യേകിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം നമുക്കേറെ പരിചയമുണ്ട്. കാരണം 1 മുതലുള്ള 10 മുതലുള്ള വരെയുള്ള വാക്യങ്ങൾ ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുത്ത് കിടക്കയോടെ എടുത്തു വയ്ക്കുന്ന ഭാഗമാണ്. സൗഖ്യദായക ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇന്നും ഒരു സൗഖ്യദായക ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് മിഷൻ സൺഡേ, അതായത് ദൗത്യം, മിഷൻ, മനസ്സലിവിൻ്റെ കർമ്മോത്സുകത എന്നുള്ളതാണ് ഇന്ന് സഭ പഠിപ്പിക്കുന്നത്. മിഷൻ, ദൗത്യം, മനസ്സലിവിൻ്റെ കർമ്മോത്സുകത എന്നുള്ളതാണ് ഇന്ന് സഭയുടെ ചിന്താവിഷയം. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത്, ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ദൗത്യത്തിനായിട്ടുള്ള വിളിയാണ്. കർത്താവിൻ്റെ ലോകത്തിലുള്ള ശുശ്രൂഷയുടെ പിന്തുടർച്ചയാണ് തിരുസഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എളമ്പപ്പള്ളിയിലെ അംഗങ്ങളായിട്ടുള്ള നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ലോകത്തിലുള്ള ശുശ്രൂഷയുടെ പിന്തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും അവൻ പന്തിരുവരെ നിയമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ലോകത്തിൽ ശിഷ്യന്മാരായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇന്ന് പുതിയ നിയമസഭയിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സ്ഥാനാപതികളാണ്. ഇന്ന് ലോകത്തിലെ 2 വിഭാഗം ആളുകളെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട്. രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഡിപ്ലോമാറ്റ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത് അംബാസഡേഴ്സ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഇപ്പം നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡിപ്ലോമാറ്റ്സും ഉണ്ട്, അംബാസഡേഴ്സുമുണ്ട്. അത് 2 വിഭാഗം ആളുകൾ ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് അയക്കപ്പെട്ട ആളുകളോടുള്ള വിശ്വസ്തതയുടെയും അയക്കപ്പെട്ട രാജ്യങ്ങളോടുള്ള കൂറിൻ്റെയും അയക്കപ്പെട്ട രാജ്യങ്ങളുടെ വക്താക്കളായിട്ടാണ്, അവരുടെ ആ സംസാര വിഷയമായിട്ടാണ് ആ ഡിപ്ലോമാറ്റ്സിനെയും അംബാസഡേഴ്സിനെയും നിയമിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിയമിക്കപ്പെടുന്ന ഒരു അംബാസഡർ അമേരിക്കയെ പ്രതിനിധീകരിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ പറയുന്നത്. അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഹൈ കമ്മീഷണർ, ബ്രിട്ടനിലെ അവിടെ നിന്നുള്ള ഡിപ്ലോമാറ്റ്സ്, അവർ ആ രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അംബാസഡേഴ്സും ഡിപ്ലോമാറ്റ്സും ഇന്ത്യയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ശിഷ്യന്മാർ, നമ്മളോരോരുത്തരും കർത്താവിൻ്റെ അംബാസഡേഴ്സാണ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവമാണ് ലോകത്ത് നിറവേറേണ്ടത്. കർത്താവിൻ്റെ ആ
ദൗത്യമാണ്, മിഷൻ ദൗത്യമാണ് ഈ ലോകത്ത് നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും എളമ്പപ്പള്ളിയിലെ അംബാസഡേഴ്സായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ദൈവത്തിൻ്റെ രൂപകൽപ്പനയിലുമുള്ള മിഷൻ ദൗത്യമാണ്, മിഷണറി ദൗത്യമാണ് ലോകത്തിൽ നമുക്ക് തുടരുവാനായിട്ടുള്ളത്. കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയുടെ 12 ശിഷ്യന്മാരിൽ 7 പേരോളം മുഖ്യന്മാരായിരുന്നു. മറ്റാളുകൾ ചന്തസ്ഥലത്തും ചുങ്കസ്ഥലത്തും ഇരുന്ന പിരിക്കുന്ന സ്ഥലത്തു നിന്നും പിടിക്കപ്പെട്ട ആളുകളാണ്. ഇന്ന് നമ്മൾ ഏവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗത്ത് ഒരു ശിഷ്യനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുകയാണ്. ആ ശിഷ്യനോട് കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അപ്പം ലേവി എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് വായിക്കുന്നത്. സുവിശേഷങ്ങളിൽ ചില ഭാഗങ്ങളിൽ ലേവിക്ക് വേറൊരു പേരുണ്ട്. ആ പേരെന്താണെന്നറിയാമോ? മത്തായി എന്നാണ് ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം. ചില സുവിശേഷങ്ങളിൽ മത്തായി എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകരും സാക്ഷികളും പ്രഘോഷകരും ആകുവാൻ വേണ്ടി ചുങ്കസ്ഥലത്തു നിന്നും ചുങ്കക്കാരുടെ മധ്യത്തിൽ നിന്നും ലേവിയെ വിളിച്ച് അടുപ്പിക്കുകയാണ്. എന്നാൽ ഈ ലേവിയെ വിളിക്കുന്നത് എവിടെയെന്നാണെന്നറിയാമോ? ഒരു പന്തിഭോജനത്തിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു ഭക്ഷണമേശയിൽ നിന്നാണ് വിളിക്കുന്നത്. ചുങ്കക്കാർക്കും പാപികൾക്കും പരീശന്മാർക്കും ഒന്നും ഈ പന്തിഭോജനത്തിൽ സ്ഥാനമില്ല. ചുങ്കക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. അവരൊരു പിരിവുകാരായതുകൊണ്ട് സർക്കാരിന് വേണ്ടി അന്യായമായി പിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവരോട് വെറുപ്പ് സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പിരിവിന് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും നമുക്ക് അവരെ ഇഷ്ടപ്പെടുമോ? നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പിരിവ് തരണ്ട എന്ന് പറഞ്ഞാൽ, ഈ വർഷം ആരും പിരിവ് തരണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. എന്നാൽ ഇതുപോലെയാണ് ഈ ചുങ്കക്കാരായിട്ടുള്ള ആളുകളോട് അവരന്യായമായി പണം പിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുജനം അവരെ പാപികളും ബലഹീനരുമായി മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് ചുങ്കക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനം അവർ കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെയുള്ള ആ ചുങ്കക്കാരനാണ് ഇവിടെ പന്തിഭോജനത്തിലിരിക്കുന്നത്. അവിടെ വെച്ചാണ് യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ശിഷ്യനാക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളും പ്രഘോഷകരും ആകുവാനായിട്ട് ലോകത്തിൽ വിധിക്കപ്പെട്ട ആളുകളാണ്. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ പങ്കാളികളാണ് ശിഷ്യന്മാർ. ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രൂശിലേക്കുള്ള മാർഗമാണ്. അതൊരിക്കലും പരവതാനിയുടെ അനുഭവമല്ല, പിന്നെയോ മുള്ളിൻ്റെയും പരീക്ഷണങ്ങളുടെയും അനുഭവത്തിലൂടെ യാത്രയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ദാസ്യ ശുശ്രൂഷയാണ്. ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്നതായിട്ടുള്ള അനുഭവമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അതിലൂടെ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, രോഗാതുരമായ ജീവിതാനുഭവങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ മരുന്ന് നൽകുന്നതാണ് മിഷൻ. രോഗാതുരമായ ലോക സാഹചര്യങ്ങളിൽ സൗഖ്യത്തിൻ്റെ ലേപനം നൽകുവാനായിട്ടാണ് ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ തിരിഞ്ഞു നോക്കിയാൽ രോഗഗ്രസ്തമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ രഹസ്യമായി മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മാരകമായിട്ടുള്ള വിഷത്തിൻ്റെയും അടിമകളായിത്തീരുന്ന തലമുറകൾ, അതുപോലെ തന്നെ യുവതലമുറ, അതുപോലെ തന്നെ അനേകം ആളുകൾ, അധ്യാപനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, ഡോക്ടർമാർ, ഇവരൊക്കെ ഒരുപാട് മാലിന്യങ്ങളിൽ അകപ്പെട്ടു പോയി എന്നുള്ളത് ഈ അടുത്ത സമയത്ത് നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ഈ മിഷനറി ദൗത്യം നടക്കുന്നത്. രോഗാതുരമായ ഒരു സമൂഹത്തിൽ സൗഖ്യത്തിൻ്റെ ലേപനം നൽകുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. രോഗഗ്രസ്തമായ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പനിയുണ്ടോ, അസുഖമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നുവോ എന്നുള്ളതല്ല. നമ്മളെ അസ്ഥിരപ്പെടുത്തുന്നതെല്ലാം രോഗത്തിൻ്റെ അനുഭവമാണ്. നമ്മളെ പിന്തുടരുന്നതായിട്ടുള്ള ദുഷിച്ച ജീവിത സാഹചര്യങ്ങളൊക്കെ രോഗത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെയുള്ള രോഗാതുരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെ ലേപനം നൽകുവാൻ, യേശുക്രിസ്തുവിൻ്റെ ലേപനം നൽകുവാൻ ഇറങ്ങിപ്പുറപ്പെടുവാനായിട്ടുള്ള ദൗത്യമാണ് ഇന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട ആളുകളുടെ ഇടയിലേക്കാണ്, ചുങ്കക്കാരുടെ ഇടയിലേക്കാണ്, ശമരിയ സ്ത്രീയുടെ അടുത്തേക്കാണ്, പാപികളായിട്ടുള്ള മനുഷ്യരുടെ അടുത്തേക്കാണ്, കണ്ണു കാണാൻ വയ്യാത്ത ആളുകളുടെ അടുത്തേക്കാണ്,
സഞ്ചരിക്കാൻ പാടില്ലാത്ത തെരുവീഥികളിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ തെരുവീഥികളിലൂടെയുള്ള യാത്രയിലാണ് അനേകം ആളുകളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് 3 രീതിയിലുള്ള സുവിശേഷവൽക്കരണമാണ്. ഒന്ന്, സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം പറയുക. 2, അറിഞ്ഞവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. 3, സുവിശേഷം കേട്ടിട്ടും വിശ്വാസത്തിൽ ആയിട്ടും ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലുള്ളവരെ ഉണർത്തുക. ഇതാണ് സഭയുടെ ദൗത്യം. 3 കാര്യങ്ങളാണ്. 1, സുവിശേഷം അറിയാത്തവരെ സുവിശേഷം പറയുക. 2, അറിഞ്ഞവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. 3, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് രോഗാതുരമായ ജീവിത സാഹചര്യങ്ങളിൽ, മാലിന്യം നിറഞ്ഞതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ, മാലിന്യം നിറഞ്ഞതായിട്ടുള്ള ലോക പശ്ചാത്തലങ്ങളിലേക്ക് യേശു ഇറങ്ങി പുറപ്പെട്ട് ആ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നൽകി. ഇന്ന് സഭയുടെ ദൗത്യം, സഭയുടെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം, ഇറങ്ങിച്ചെല്ലാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൗത്യത്തിൻ്റെ ആ ലേപനം നൽകി, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാരുണ്യം നൽകി ആളുകളെ ശിഷ്യന്മാരാക്കുക എന്നുള്ള ദൗത്യമാണ്. 2, അനുതാപത്തിലൂടെയാണ് നാം ക്രിസ്തുവിലേക്ക് വരുന്നത്. ഇന്നിവിടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കുമ്പസാര പ്രാർത്ഥനയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ആ അനുതാപം സത്യബോധത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അനുതാപമായിരിക്കണം. സത്യമല്ലാതെയും ആത്മാർത്ഥതയില്ലാതെയും വാക്കുകൾ ചുണ്ടുകൊണ്ട് മാത്രം പറയുന്നവരോട് ദൈവം ക്ഷമിച്ചിട്ടില്ല. ആ സത്യാനുതാപം നമ്മൾ മാത്രം പരിശോധിക്കേണ്ട ഒരു പരിശോധനയുടെ ഒരനുഭവമാണ്. അതുകൊണ്ട് സ്വയം പരിശോധിച്ച് സ്വയം വിചിന്തനം നടത്തി അനുതാപത്തിങ്കിലേക്ക്, കർത്താവിൻ്റെ പൂർണ്ണ സംസർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവുമായിട്ടുള്ള പൂർണ്ണ സംസർഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടുള്ള പടിയാണ് 2ാമത്തെ സെഷൻ, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുതാപത്തിലൂടെയാണ് കർത്താവിൻ്റെ പൂർണ്ണ സംസർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. യേശുവിനെ തേടി പാപികളെ തേടി യേശുവും യാത്ര ചെയ്ത വയൽ പ്രദേശം പോലെയാണ് നമ്മുടെ മിഷണറി ദൗത്യം എന്നുള്ളത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ 2 കാര്യങ്ങളാണ്, 2 എലമെൻസിനോടാണ് ഈ ദൗത്യത്തെ ഉപയോഗിക്കുന്നത്. അത് യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതുപോലെ തന്നെ യു ആർ ദി സാൾട്ട് ഓഫ് ദി എർത്ത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു ഉപ്പ് എങ്ങനെ മറ്റുള്ളവർക്ക് രുചി പകരുന്നു, പ്രകാശം ഇരുട്ടിനെ എങ്ങനെ മാറ്റിക്കളഞ്ഞ് ലോകത്തിന് സമാധാനം നൽകുന്നു, അതുപോലെയുള്ള മിഷണറി ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർപ്പിച്ചു. 1, രോഗാതുരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്, സൗഖ്യത്തിൻ്റെ ലേപനം നൽകുന്നതാണ് മിഷൻ. 2, അനുതാപത്തിലൂടെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. 3, തള്ളപ്പെട്ടവനെ ശിഷ്യനാക്കുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ചുങ്കക്കാരെയും പാപികളെയും തള്ളപ്പെട്ടിരുന്നു. അവിടെ ആളുകൾ പറയുകയാണ്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നു എന്നുള്ളത്. ഒന്ന് കാണുന്നതും വർത്തമാനം പറയുന്നതിനേക്കാൾ ഉപരി തീവ്രമായിട്ടുള്ളതൊന്നാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഭക്ഷണമേശ. അതുകൊണ്ട് അവർ അസൂയപ്പെട്ട് പറയുകയാണ്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് യേശുവിനെ വിമർശിക്കുകയാണ് അവിടെ കാണിക്കുന്നത്. കാരണം വെറുക്കപ്പെട്ട ആളുകളോടുകൂടെയുള്ള സംസർഗം, വെറുക്കപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് യേശു നിർവഹിച്ചപ്പോൾ അനേകം കൂരമ്പുകൾ യേശുവിൻ്റെ മേൽ തുറിച്ചു നോക്കി. അതിനുള്ള മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പാപികൾക്കും ചുങ്കക്കാർക്കും അവഗണിക്കപ്പെട്ടവർക്കും നിരാശർക്കും പുറംപറമ്പിൽ കിടക്കുന്നവർക്കും തള്ളപ്പെട്ടവർക്കുമാണ് യേശുവിനെ ആവശ്യം. ദൈവരാജ്യത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തള്ളപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളതാണ്. 4, യേശുവിനെ അനുഗമിക്കുന്നതായ യേശു. 14ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ബിഫോർ ഗോഡ്. യേശുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ലേവി സകലം ഉപേക്ഷിച്ച് തൻ്റെ ചുങ്കം പണവും അല്ലെങ്കിൽ പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമെല്ലാം വിട്ട് കർത്താവിൻ്റെ പിറകെ പൂർണ്ണ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നതായിട്ടുള്ള ലേവിയാണ്. പൂർണ്ണമായ ഒരു അനുസരണമാണ്. ഉപാധികളില്ലാത്ത അനുസരണത്തിൻ്റെ ഉടമയായി ലേവി മാറുകയാണ്. വ്യവസ്ഥ പറയാത്ത അനുസരണത്തിൻ്റെ ഉടമയായി ലേവി മാറി. ഇന്ന് ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കണ്ടീഷണലാണ്, ഉപാധികൾ വെക്കുന്നതാണ്, വ്യവസ്ഥ പറയുന്നതായിട്ടുള്ള പ്രാർത്ഥനകളാണ്. എന്നാൽ വ്യവസ്ഥ പറയാത്ത, ഉപാധികളില്ലാത്ത ശിഷ്യത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ലേവി, യേശുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള മത്തായി. 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, സൗഖ്യദായക ശുശ്രൂഷ, സൗഖ്യത്തിൻ്റെ ലേപനം നൽകുവാൻ, തള്ളപ്പെട്ടതായിട്ടുള്ള ആളുകളിലേക്ക് സൗഖ്യത്തിൻ്റെ ലേപനം നൽകുവാൻ, ആ ലേപനം നൽകുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് മിഷൻ. 2, അനുതാപത്തിലൂടെയും കുമ്പസാരത്തിലൂടെയുമാണ് കർത്താവിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3, തള്ളപ്പെട്ടവരെ ശിഷ്യരാക്കുന്ന ശുശ്രൂഷയുടെ മനോഭാവം. 4, യേശുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ലേവി. നമ്പർ 5, യേശുവിനെ പരിചയപ്പെടുത്തുന്ന ലേവി. അവൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് സുവിശേഷം കേൾക്കുന്നവരും പ്രസംഗം കേൾക്കുന്നവരുമാണ്. നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ, നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ യേശുവിനെക്കുറിച്ച്, യേശു രക്ഷകനാണ്, ഞാൻ അനുഭവിക്കുന്ന ആ രക്ഷയെ പറയാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായി നാം ചിന്തിക്കണം. ഒരു കാലത്ത് അതുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അയൽപക്ക ഭവനങ്ങളുമായിട്ടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. കൂട്ടായ്മയുടെ രഹസ്യം പറയുകയും, കൂട്ടായ്മയുടെ സന്തോഷം പങ്കുവയ്ക്കുകയും, കൂട്ടായ്മയ്ക്ക് ആളുകളെ ക്ഷണിക്കുകയും, ആരാധനയ്ക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്വാശ്രയത്തിൻ്റെ നിഗളികളായി മനുഷ്യൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, സ്വാശ്രയത്തിന് നിഗളികളായി തീർന്നിരിക്കുന്നു. ഇന്ന് സ്വാശ്രയത്തിൻ്റെ നിഗളികളായി മനുഷ്യൻ മാറിയിരിക്കുകയാണ്. യേശുവിനെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഇന്ന് ലോകത്തിൻ്റെ മാധ്യമങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതായിട്ടുള്ള അനേകായിരം ചാനലുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നതായി തീരുവാൻ നമുക്ക് സാധിക്കണം. അത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണെങ്കിലും, സൺഡേ സ്കൂൾ അധ്യാപകരാണെങ്കിലും, യുവജന ശിക്ഷാംഗങ്ങളാണെങ്കിലും, മറ്റുള്ളവരാണെങ്കിലും യേശുവിനെ നമ്മുടെ സമീപ ആളുകൾക്ക്, മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് കഴിയണം. കർത്താവിൻ്റെ വേലയിലേക്ക്, ശുശ്രൂഷയിലേക്ക്, പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ച ലേവി ശിഷ്യഗണത്തിൻ്റെ ഭാഗമായി തീരുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ: 1, രോഗാതുരമായ ജീവിതാനുഭവങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ ലേപനം നൽകുകയാണ്. 2, അനുതാപത്തിലൂടെയാണ് നാം ശിഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3, തള്ളപ്പെട്ടവരെയാണ് ശിഷ്യന്മാരാക്കി മാറ്റുന്നത്. 4, യേശുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ലേവി. 5, യേശുവിനെ പരിചയപ്പെടുത്തുന്ന ലേവി. നമുക്ക് നമ്മുടെ മിഷണറി ദൗത്യം, നമ്മുടെ സഭയുടെ ദൗത്യം, നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. ഒരാൾക്ക് കേട്ട വേനത്തെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.